പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എത്രയും വന്യ കോറെപ്പിസ്കോപ്പാച്ചന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, ശമാശന്മാരെ, ശുശ്രൂഷകരെ, ഈ പള്ളിയിലെ ട്രസ്റ്റീസ്, മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, ഭക്തസംഘടനാ ഭാരവാഹികളെ, ഗായക സംഘാംഗങ്ങളെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, തീർത്ഥാടകരെ, വലിയ നോയമ്പിൻ്റെ തീർത്ഥാടനത്തിൽ അതിശ്രേഷ്ഠമായ ഒരു ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവും ദൈവവുമായവൻ യെരൂശലേമിലേക്ക് എഴുന്നള്ളി വന്നപ്പോൾ അദ്ദേഹത്തിന് യെരൂശലേം നിവാസികൾ ഒരുക്കിയ അതിശ്രേഷ്ഠമായ വരവേൽപ്പാണ്. അതിൻ്റെ ഒരു തനിയാവർത്തനമാണ് ഓശാന പെരുന്നാളിലൂടെ ഇന്ന് ലോക ക്രൈസ്തവ സഭ മുഴുവനും ആഘോഷിക്കുന്നത്. ഓശാന പെരുന്നാളിൻ്റെ ആരവങ്ങൾക്കും അവിടെ നടന്നതായ സംഗതികളുമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ആരവങ്ങൾക്കും ഈ ആഘോഷങ്ങൾക്കും വരവേൽപ്പിനുമൊക്കെ അപ്പുറമായുള്ള ചില അർത്ഥതലങ്ങൾ ഈ അനുഗ്രഹീത ദിനത്തിലെ പെരുന്നാളിന് ഉണ്ട് എന്നുള്ളത് കൂടി ധ്യാനിക്കുവാൻ ഈ സന്ദർഭം നമ്മൾ പ്രത്യേകം പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ദീർഘമേറിയ ഒരു പ്രസംഗത്തിന് പറ്റിയ ഒരു സമയമല്ല. ആരാധനയുടെ ദൈർഘ്യവും വിശുദ്ധ കുർബാനയ്ക്കും ശേഷം എല്ലാവരും ക്ഷീണിതരാണ് എന്നെനിക്കറിയാം. എന്നാൽ ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകതകൾ വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ പരാമർശിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഒന്നാമതായി, ഓശാന ഒരു ഒരുക്ക ദിനമാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. പെസഹായ്ക്ക് കൊല്ലപ്പെടേണ്ട പെസഹ കുഞ്ഞാടിനെ യഹൂദ ഭവനങ്ങളിൽ തിരഞ്ഞെടുക്കുന്നത് പെസഹായ്ക്ക് 4 നാൾ മുമ്പാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓശാനയുടെ ദിനം പുതിയ പെസഹ പെരുന്നാളിൽ പുതിയ നിയമസഭയുടെ പുതിയ അവതാരമായ രക്ഷകനായ ക്രിസ്തു പുതിയ പെസഹ തിരുനാളിൽ അറുക്കപ്പെടേണ്ട കുഞ്ഞാടായി യേശുവിനെ തന്നെ തിരഞ്ഞെടുക്കുന്ന അതിമഹത്തായ ശ്രേഷ്ഠമായ ഒരു കർമ്മവും ഇന്നത്തെ ദിനം നടക്കുന്നതായി നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. പഴയ നിയമ പെസഹായെ, ആടിനെ അറുത്തുകൊണ്ടുള്ള പെസഹായുടെ അന്ത്യം കുറിക്കുന്നതും രക്ഷകനായ ക്രിസ്തു സ്വയം ക്രൂശിൽ മരിക്കുന്നതിന് വേണ്ടി താൻ തന്നെ പെസഹായുടെ ആടായി, ആട്ടിൻകുട്ടിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്ന അതിശ്രേഷ്ഠമായ ദിനം കൂടിയായി ഇന്നത്തെ ദിനത്തെ നമുക്ക് ഓർത്തെടുക്കുവാനായിട്ട് സാധിക്കും. സ്വയം ബലിവസ്തുവും കാർമ്മികനുമായവൻ ബലിപീഠം അന്വേഷിച്ച് പോകുന്ന കാഴ്ചയാണ് യെരൂശലേമിൽ ഓശാന പെരുന്നാൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ ബലിപീഠം തേടിപ്പോകുന്നവനായ ക്രിസ്തു താൻ തന്നെ ബലിവസ്തുവും താൻ തന്നെ ബലിയുടെ കാർമ്മികനുമായി മാറ്റപ്പെടുന്നതായാണല്ലോ പിന്നാലെ നമുക്ക് ബോധ്യപ്പെടുന്നത്. യെരൂശലേമിലെ യാത്രയിലെ ആരവങ്ങൾ നിശ്ചയമായിട്ടും അവിടെ നടക്കുന്ന ആരാധന, അവിടെ നടക്കുന്ന സ്തോത്ര പ്രാർത്ഥനകൾ, ഓശാന എന്നുള്ള ആരവം, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥനാ ഗീതങ്ങൾ, ഇതെല്ലാം ഈ ബലി സമർപ്പണത്തിൻ്റെ സ്തുതിപ്പുകൾക്ക് സമാനമായി നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കൊല്ലപ്പെടേണ്ട കുഞ്ഞാടിൻ്റെ നെഞ്ചിടിപ്പ്, കാൽവറിയിലെ നിലവിളി, ഒപ്പം ഓശാനയുടെ ആരവങ്ങൾക്കിടയിൽ തിങ്ങി നിൽപ്പുണ്ട് എന്നുള്ളതും നാം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഹാശ ആഴ്ചയുടെ പീഠാനുഭവ വാരത്തിൻ്റെ ദിനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഓശാനയുടെ ആഘോഷങ്ങളും അതിൻ്റെ ആരവങ്ങളും നമുക്ക് ധ്യാനിക്കുക അസാധ്യമായിരിക്കുമല്ലോ. യഥാർത്ഥ മിശിഹായാകുന്ന രക്ഷകനെ അംഗീകരിക്കാതെ ജീവിക്കുന്ന യഹൂദ ജനതയെ പ്രതി വേദനിക്കുന്ന ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ ഹന്നായും കയ്യാഫായും യഹൂദ മതാനുസാരി എല്ലാവരും പറയുന്നുണ്ട്, സകലരും അവൻ്റെ പിന്നാലെ പോയി എന്ന് പറയുന്നുണ്ട്. എത്ര ക്ഷണനേരം കൊണ്ടാണ്
യേശുവിൻ്റെ പിന്നാലെ പോയ എല്ലാവരും തന്നെ 2 നാളുകൾക്ക് ശേഷം അവനെ ക്രൂശിക്കുക എന്ന് മാറ്റിപ്പറയുന്നത് എന്നുള്ളതും നാം ഇവിടെ ചേർത്ത് വായിക്കേണ്ടുന്നതാണ്. യഥാർത്ഥ മിശിഹായെ അംഗീകരിക്കാത്ത ജനം, യഹൂദ ജനതയെ പ്രതി വേദനിക്കുന്ന ഹൃദയവുമായി ക്രിസ്തു നടന്നു നീങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ വളരെ ഹ്രസ്വമായ ഒരു പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ താൻ മിശിഹായാകുന്നുവെന്നുള്ള പ്രബോധനം ഉൾക്കൊള്ളുവാൻ, താൻ തൊട്ടു സുഖപ്പെടുത്തിയവരെ അത്ഭുതകരമായ അനേകമായിരങ്ങൾക്ക് അടയാളങ്ങൾ കാണിച്ചു കൊടുത്ത് അവരെ താൻ മിശിഹായാകുന്നുവെന്ന് ബോധ്യപ്പെടുത്തുവാനുള്ളതായ ശ്രമത്തിൻ്റെ ഫലം, കാണാത്തതിലുള്ളതായ വേദനയും ദുഃഖവുമൊക്കെ കർത്താവിൻ്റെ മുഖത്ത് നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. അനുതപിക്കാത്ത ജനവും തിരിച്ചറിവ് നഷ്ടപ്പെട്ട ഒരു സമൂഹവും ദൈവത്തിന് എന്നും വേദനയാണ്. അനുരഞ്ജനത്തിന് ബലിയായി ഒരിക്കൽ യാഗമായി തീർന്നവനായ ക്രിസ്തു ഈ അനുരഞ്ജന ബലിയിലൂടെ സകലരുടെയും അനുരഞ്ജനവും സകലരുടെയും അനുതാപവും അനുതാപവുമാണ് യഥാർത്ഥത്തിൽ ഈ നൊയമ്പ് കാലങ്ങളിലൂടെ വിഭാവനം ചെയ്യുന്നത്. ഇവിടെ തിരിച്ചറിവ് നഷ്ടപ്പെട്ടവർ, അനുതാപത്തിന് വേണ്ടിയിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതിന് വേണ്ടിയിട്ട് മനസ്സ് കൊടുക്കാതെ, മനസ്സ് മാറാത്ത മനുഷ്യ മനസ്സുകളെക്കുറിച്ച് വേദനിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഹൃദയവും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ പരിശുദ്ധ സുവിശേഷ വായനയിലൂടെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, കർത്താവും അപ്പോസ്തലന്മാരും നടന്നു പോകുമ്പോൾ യേശുവിന് വിശന്നപ്പോൾ അദ്ദേഹം ഫലഭൂയിഷ്ടമെന്ന് തോന്നിക്കാവുന്ന അത്തിവൃക്ഷത്തിനടുക്കിലേക്ക് നടന്നെടുക്കുകയാണ്. നിറയെ ഇലകൾ കൊണ്ട് ഫലഭൂയിഷ്ടമെന്ന് തോന്നിപ്പിക്കാവുന്ന ഇലകൾ അത്തിവൃക്ഷത്തിൻ്റെ അടുക്കൽ ആർത്തിയോടുകൂടി പരിധി നോക്കിയപ്പോൾ അതിൽ ഫലമൊന്നും കണ്ടില്ല എന്ന് നമ്മൾ ആ വേദഭാഗത്ത് വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഫലമില്ലാത്ത അത്തിയെ ക്രിസ്തു ശപിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത്രയും അല്പം ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സുവിശേഷ ഭാഗത്ത് പറയുന്നുണ്ട്, അത് അത്തിയുടെ കാലമല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത്തിയുടെ കാലമല്ലായിരുന്നപ്പോൾ തന്നെയും അത്തിവൃക്ഷത്തിൽ വന്ന് അത്തിഫലം നോക്കി അവിടെ പരുതുന്നവനായ ക്രിസ്തു ഫലം കിട്ടാത്ത അത്തിഫലത്തെ നോക്കി ശപിക്കുമ്പോൾ ഒരു പിടി ചാരമായി അത്തിമരം മാറിപ്പോകുന്നതും ഒരു വിരോധാഭാസമായ ഒരു പക്ഷികൾ നമുക്ക് തോന്നിയേക്കാം. ഇത് യഹൂദജനത്തിൻ്റെ മതാനുസാരികളെ യഹൂദജനത്തിൻ്റെ ബാഹ്യമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന മോശേക ന്യായപ്രമാണത്തെ അതിൽ തലനാരുടെ കീഴി അതിനെ അനുധാവനം ചെയ്യുന്ന ഒരു സമൂഹത്തിന് നേരെയുള്ള അതിശക്തമായ വാളോങ്ങലാണ് യഥാർത്ഥത്തിൽ തഴച്ചു നിൽക്കുന്ന അത്തിമരത്തിൽ പരതി നോക്കി ഒരിട്ട് ഫലം പോലും കാണാതെ അതിനെ ശപിക്കുന്നവനായ ക്രിസ്തുവിൻ്റെ ആ പ്രവൃത്തിയിലൂടെ നമുക്ക് വരച്ചു കാട്ടുന്നത്. ഫലമില്ലാത്ത അത്തിവൃക്ഷം ശപിക്കുന്നതിലൂടെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുവാൻ കൂട്ടാക്കാത്ത, ദൈവസന്നിധിയിലേക്കുള്ള തിരിച്ചുവരവിലൂടെ ഫലം കായ്ക്കാത്ത ജനതയെ നോക്കിക്കൊണ്ടാണ് നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ, നിരന്തരമായ വചന പ്രഘോഷണങ്ങളിലൂടെ, നിരന്തരമായ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങളിലൂടെ, നിരന്തരമായ സൗഖ്യദായകളിലൂടെ, അതിർത്തി കടന്ന് തൊട്ട് സുഖപ്പെടുത്തുന്നതിലൂടെ ലോകത്തിന് മുഴുവനും സമാധാനവും ശാന്തിയും സ്വസ്ഥതയും സൗഖ്യവും നൽകുന്നവനായ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവർ അപ്പോഴും അദ്ദേഹത്തെ എങ്ങനെ കൊലപ്പെടുത്തേണ്ടത് എന്നുള്ള ആ ചിന്ത മാത്രമേ അവരുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്നുള്ളൂ. മനസ്സ് മാറുന്ന ഒരു സമൂഹമായി അന്നത്തെ വലിയൊരു യഹൂദ സമുദായത്തെ മാറ്റിയെടുക്കുന്നതിൽ ക്രിസ്തുവിന് പരാജയം സംഭവിച്ചു എന്ന് പോലും ഒരുപക്ഷെങ്കിൽ നമ്മൾ പറയേണ്ടതായിട്ട് വരും. അവിടെ പ്രതീകാത്മകമായൊരു നിലപാടാണ് ക്രിസ്തു സുവിശേഷ ഭാഗത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുവാൻ കൂട്ടാക്കാത്ത സമൂഹത്തോടുള്ളതായ ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ മനസ്സ് വരാത്ത ഒരു സമൂഹത്തോടുള്ളതായ പ്രതീകാത്മകമായ നിലപാടാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു അവിടെ നമുക്ക് സൂചനയായി ഈ സുവിശേഷ ഭാഗത്തിലൂടെ വരച്ചു കാട്ടുന്നത്. പ്രിയമുള്ളവരെ, ഫലം കായ്ക്കുവാൻ മനുഷ്യനാകുന്ന, ഫലം കായ്ക്കേണ്ടുന്ന ക്രിസ്തുവിനോട് ഒട്ടിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഫലം കായ്ക്കുന്നതിന് കാലഭേദങ്ങളുടെ ആവശ്യമൊന്നുമില്ല. നൊയമ്പിൻ്റെ കാലത്ത് മാത്രമല്ല ഫലം കായ്ക്കേണ്ടുന്നത്. ദൈവം തന്നിരിക്കുന്ന ഈ ആയുസ്സിൻ്റെ ഓരോ നിമിഷവും നമ്മൾ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ ആരാധിച്ചും സ്തുതിച്ചും ഫലം കായ്ക്കുന്ന അത്തിവൃക്ഷം പോലെ അതിൻ്റെ കാലങ്ങൾക്കപ്പുറമായിട്ട് ഏത് സമയത്തും ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന സമൂഹമായി നമ്മിൽ നിന്നും ഫലം കായ്ക്കുന്ന അനുഭവം നമ്മുടെ സമൂഹത്തിന് മറ്റുള്ളവർക്ക് നമുക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കാത്തിടത്തോളം കാലം നാം ഫലമില്ലാത്ത വൃക്ഷത്തിന് തുല്യമാണ് എന്ന് തന്നെയാണ് ക്രിസ്തു ഇവിടെ വിഭാവനം ചെയ്യുന്നത്. യെരൂശലേമിലേക്കുള്ള യാത്ര മിശിഹായെ തിരിച്ചറിഞ്ഞവരുടെ ബോധ്യത്തെ ശക്തിപ്പെടുത്തുന്നതിന്,
അതുപോലെ തന്നെ തിരിച്ചറിയാത്തവർ യഥാർത്ഥ മിശിഹായാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ളതായ ഒരു മഹത്തായ വിജയപ്രദമായ ഒരു യാത്രയായി നമുക്കിതിനെ കാണുവാനായിട്ട് ഒരു ട്രയംഫന്റ് എൻട്രി ആയിട്ടാണ്. നമ്മുടെ ഇന്നത്തെ പിള്ളേരൊക്കെ പറയും, എന്താ പറയണേ, മാസ് എൻട്രി അല്ലേ, അങ്ങനെയൊക്കെ പറയുന്നു. ഒരു ട്രയംഫന്റ് എൻട്രി ആയിരുന്നു യേശു ക്രിസ്തുവിൻ്റെ യെരൂശലേമിലേക്കുള്ള തിരിച്ചുവരവ്. പ്രിയമുള്ളവരെ, മിശിഹായെ, യഥാർത്ഥ മിശിഹായെ തിരിച്ചറിയാത്തവരെ ബോധ്യപ്പെടുത്തുവാനും തിരിച്ചറിഞ്ഞവരുടെ ബോധ്യത്തെ ശക്തിപ്പെടുത്തുവാനും ഇനിയും ആ അവസ്ഥയിലേക്ക് വരാത്തവരെ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ളതായ ശ്രമമായിരുന്നു ആദിയോട് അന്തം ക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇസ്രായേൽ രാജാവായിരുന്ന സൈമൺ മക്കാബി ക്രിസ്തുവിന് 150 വർഷം മുമ്പ് ഇസ്രായേലിൻ്റെ ശത്രുക്കളെ സംഹരിച്ച് സംഹാര താണ്ഡവമാടി ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി കുതിരപ്പുറത്ത് സൈമൺ മക്കാബി മടങ്ങി വന്ന ഒരു കാഴ്ചയുണ്ട്. അന്ന് രാജകീയമായ വരവേൽപ്പാണ് ഇസ്രായേൽ ജനം തങ്ങളുടെ ശത്രുക്കളെ സംഹരിച്ചുകൊണ്ട് അവരുടെ മേൽ വിജയം വരിച്ചവനായ സൈമൺ മക്കാബി ക്രിസ്തുവിന് 150 വർഷം മുമ്പ് മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തെ എങ്ങനെ ജനം സ്വീകരിച്ചോ ആ നിലയിലുള്ള ഒരു സ്വീകരണമായിരുന്നു യഥാർത്ഥത്തിൽ യേശുവിന് യെരൂശലേമിൽ നൽകപ്പെട്ടത് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഓശാന എന്ന പദത്തിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. യഥാർത്ഥത്തിൽ യേശുവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥനയാണ് അവിടെ ശബ്ദമുഖരിതമായി അവിടെ എല്ലായിടത്തും നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. ഒരു ജനത്തിൻ്റെ നിലവിളിയാണ്, അടിച്ചമർത്തപ്പെട്ട ഒരു ജനത്തിൻ്റെ നിലവിളിയാണ്, നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനത്തിൻ്റെ നിലവിളിയാണ്. രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായ രക്ഷയ്ക്കുതകുന്നതായ രക്ഷയിലേക്ക് ഞങ്ങൾ നയിക്കുന്നതായ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി നിലവിളിയായിരുന്നു യഥാർത്ഥത്തിൽ ഓശാന പെരുന്നാളിൽ ജനം മുഴുവനും ക്രിസ്തുവിനെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥനയിലൂടെ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തെ നമുക്ക് നോക്കിക്കാണുവാനായിട്ട് സാധിക്കും. ഈ യാത്രയിൽ ദേവാലയം ശുദ്ധി വരുത്തേണ്ട ഇടമാണെന്ന് ക്രിസ്തു ശക്തമായി സംസാരിക്കുന്നുണ്ട്. ദേവാലയം എന്ന് പറയുമ്പോൾ നിർമ്മിത ദേവാലയങ്ങളുണ്ട്, അതുപോലെ തന്നെ മനുഷ്യനാവുന്ന ദേവാലയമുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് നാം എല്ലാവരും ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ മന്ദിരങ്ങളാകുമ്പോൾ ദൈവം അധിവസിക്കുന്ന ഭവനങ്ങളായി നാം മാറ്റപ്പെടണമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് നിരന്തരമായ ശുദ്ധീകരണം നിർമ്മിത ദേവാലയത്തിനും മനുഷ്യ ശരീരമാകുന്ന ദേവാലയത്തിനും നിരന്തരമായി ഉണ്ടാകണമെന്നുള്ളതായ ഓർമ്മപ്പെടുത്തലും ശക്തമായി ഇവിടെ ക്രിസ്തു നമ്മോട് പറയുകയാണ്. പ്രിയമുള്ളവർ, ഈ നോയമ്പ് കാലം യഥാർത്ഥത്തിൽ എത്രമാത്രം നമ്മെ വിശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ പാപമലീമസമായ നമ്മുടെ ജീവിതത്തെ എത്രമാത്രം വിശുദ്ധീകരിക്കുവാൻ, ദൈവത്തിന് വസിക്കുവാൻ ഇടം നൽകുന്ന ഇടമായി നമ്മുടെ ഹൃദയങ്ങളെ മാറ്റിയെടുക്കുന്നതിൽ എത്രമാത്രം നമുക്ക് വിജയം വരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ചിന്തയും ധ്യാനവും നമുക്ക് ഈ സുവിശേഷ ഭാഗങ്ങളിലൂടെ നമ്മെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും നമ്മുടെ പാപബോധ അവസ്ഥയിൽ നിന്നും ആ വിപരീതമായ അവസ്ഥയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് സത്യമായ അനുതാപത്തിലൂടെ പാപമോചനത്തിലൂടെ വിമോചനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. എൻ്റെ ഭവനം എല്ലാവർക്കും പ്രാർത്ഥനാ ഭവനമായിരിക്കണമെന്നാണ് ക്രിസ്തു ഇവിടെ നമ്മോട് പറയുന്നത്. അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തതിനെ അതിശക്തമായി ക്രിസ്തു ഇവിടെ അവരോട് ശക്തമായി പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, കച്ചവട കേന്ദ്രമായി ദേവാലയങ്ങൾ മാറ്റുന്നതിനെ ക്രിസ്തു വളരെ ശക്തമായ ഭാഷയിൽ അവിടെ പ്രതികരിക്കുന്നുണ്ട്. അത് നമുക്കെല്ലാവർക്കും വലിയൊരു പാഠമാണ്. ദൈവാലയം എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന ഇടമാണ്. അവിടം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരിക്കലും നീതീകരിക്കുവാനാകാത്ത കാര്യമല്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ചാട്ടവാറുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലും ക്രിസ്തു നമുക്ക് തരുന്നുണ്ട്. അതിശക്തമായ ഭാഷയിലാണ് ക്രിസ്തു അവിടെ കച്ചവടം, ദേവാലയത്തിനകത്ത് കച്ചവടം നടത്തിയിരുന്നവരെ, അതിൻ്റെ പ്രാവുകളെ വിൽക്കുന്നവരെയും സാമാനങ്ങളൊക്കെ കടത്തിക്കൊണ്ട് പോകുന്നവരെയും എല്ലാം ശക്തമായ ചാട്ടവാറുകൊണ്ട് അടിച്ചു പുറത്താക്കുന്ന കാഴ്ചയാണ് അവിടെ നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, എല്ലാ ധർമ്മ വഴികളെയും അശുദ്ധിയെയും ഉച്ചാടനം ചെയ്യുന്നത് നീതിയുടെ രാജാവിൻ്റെ ശക്തമായ ചാട്ടവാറ് ഇന്നും നമുക്ക് മധ്യേ നിലകൊള്ളുന്നുവെന്ന് ക്രിസ്തു ഇന്നത്തെ ഈ ഓശാന പെരുന്നാളിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. പീഡനത്തിൻ്റെയും
അസ്വാതന്ത്ര്യത്തിൻ്റെയും അസമത്വത്തിൻ്റെയും അരക്ഷിതാവസ്ഥയിൽ നടുവിലായിരുന്ന ഒരു ജനമാണ് ഇസ്രായേൽ ജനത. ഇന്നും സാഹചര്യങ്ങൾ അത്ര അനുകൂലമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിലെ നൊമ്പരങ്ങളും പ്രയാസങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും എല്ലാം ദൈവസന്നിധിയിൽ നാം നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ജാഗരണത്തിലൂടെയും സമർപ്പണത്തിലൂടെ ദൈവസന്നിധിയിൽ നാം അറിയിക്കുകയാണല്ലോ പ്രിയമുള്ളവരെ. അവിടെയാണ് യഹോവേ യേശുവെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ അർത്ഥതലങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി പെരുന്നാളിലൂടെ നമുക്ക് സൗഖ്യം പ്രാപിക്കുവാൻ, ഈ പെരുന്നാളിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ, ഈ പെരുന്നാളിലൂടെ നമുക്ക് പാപത്തിൻ്റെ അധപ്പതനാവസ്ഥയിൽ നിന്നും രക്ഷയുടെയും വിമോചനത്തിൻ്റെയും അവസ്ഥയിലേക്ക് നീങ്ങിപ്പോകുവാൻ, ആയിത്തീരുവാൻ നമ്മെ വിളിക്കുകയാണ്. നമ്മുടെ വിളിയും നിയോഗവും അത് തന്നെയാണ് പ്രിയമുള്ളവരെ. ഭൗതിക രാജാവായി ശത്രുവിനെ തോൽപ്പിച്ച് രാജ്യത്വം പ്രാപിച്ചു വരുന്ന ഒരു ക്രിസ്തുവിനെയാണ് അന്നത്തെ യഹൂദ സമുദായം വിഭാവനം ചെയ്തത്. എന്നാൽ മറിച്ചായിരുന്നു. ക്രിസ്തുവോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, എൻ്റെ സിംഹാസനം കുരിശും എൻ്റെ കിരീടം മുൾക്കിരീടവും അഭിഷേക തൈലം സ്വന്തവും രക്തവുമാണ് എന്ന് ക്രിസ്തു അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ സൂചനയും താൻ പെസഹ കുഞ്ഞാടും ആണെന്നുള്ളതായ പ്രതീകാത്മകതയും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഓശാന പെരുന്നാളിൻ്റെ ആരവങ്ങൾക്കപ്പുറമായിട്ടുള്ള വേദനയും കണ്ണുനീരും ഗത്സമനായിലെ പ്രാർത്ഥനയും എല്ലാം നമുക്ക് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ചെറുചെല്ലുകളും കുരുത്തോലകളും തങ്ങളുടെ വസ്ത്രങ്ങളുമെല്ലാം വഴിയിൽ വിരിച്ച് ആവേശത്തോടുകൂടി ക്രിസ്തുവിന് എതിരേറ്റതായ ഒരു ജനമുണ്ട്. അവർക്കൊപ്പം നിൽക്കുവാൻ ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകാം. അവർക്കൊപ്പം ഓശാന പാടുവാൻ, യേശുവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥന ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്നും പാടുവാൻ, കുഞ്ഞുങ്ങളെപ്പോലെ ശിശുക്കളെപ്പോലെ ശിശു മനസ്സുള്ളവരായി കുരുത്തോല പോലെ ശ്രേഷ്ഠമായ അനുഭവമുള്ളവരായി, നൈർമല്യമുള്ളവരായി, അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ളതായ ശുചിത്വമുള്ളവരായി മാറ്റപ്പെട്ടുകൊണ്ട് യേശുവിനെ വരവേൽക്കുവാൻ, രക്ഷകനായ ക്രിസ്തുവിനെ ഓശാന പാടി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനുള്ളതായ വിളിയും നിയോഗവുമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് എന്ന് നമ്മൾ മറന്നു പോകരുത്. യേശുവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് താൻ പറഞ്ഞയക്കുന്ന അപ്പോസ്തലന്മാർ. ഇന്നത്തെ മറ്റൊരു ശ്രദ്ധാകേന്ദ്രമാണല്ലോ ക്രിസ്തു വാഹനമായി തിരഞ്ഞെടുത്ത കഴുതക്കുട്ടി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഹീനമായ ജോലികൾ ചെയ്യുന്ന, ആരും അത്ര അവഗണിക്കാത്ത, ബുദ്ധിയില്ലാത്ത ഒരു മൃഗമായിട്ടാണല്ലോ കഴുതയെ കാണുന്നത്. ഇന്ന് കഴുതക്കുട്ടിയുടെ മുഖഭാവം മാറി, അതിന് മുഖഛായ മാറി, അതിന് സമൂഹത്തിലുണ്ടായിരുന്നതായ ആ ഐഡൻറ്റിറ്റി മാറ്റപ്പെടൂ ക്രിസ്തുവിലൂടെ. യഥാർത്ഥത്തിൽ നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരോടും നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ചെവികളിൽ മന്ത്രിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കണം. അവഗണിക്കപ്പെടുന്നുണ്ട് എങ്കിൽ, പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിൽ, അടിമപ്പെട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അഡിക്ഷനായിട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, സൗന്ദര്യമില്ല എന്നുള്ളതായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ, അതിൻ്റെ എല്ലാം മധ്യം വിജയത്തിൻ്റെ പതാക പിന്നിപ്പാറിച്ചുകൊണ്ട് നമ്മെ നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നവനായ ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ സന്ദേശം ഉൾക്കൊള്ളുവാൻ എത്ര അധപ്പതനാവസ്ഥയിലായിരുന്നു കൊള്ളട്ടെ, എത്രമാത്രം അടിമത്വത്തിലായിരുന്നു കൊള്ളട്ടെ, എത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടിരുന്നു കൊള്ളട്ടെ, എത്രമാത്രം അപമാനിച്ചു എന്ന് പറഞ്ഞുകൊള്ളട്ടെ, എത്രമാത്രം തള്ളപ്പെട്ടു എന്ന് കൊള്ളട്ടെ, എത്രമാത്രം ഒറ്റപ്പെടുത്തി എന്ന് വന്നുകൊള്ളട്ടെ, അവിടെയെല്ലാം നമ്മുടെ ചെവികളിൽ ആ മന്ത്രസ്വരം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കണം. നിന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് എന്നുള്ളതായ ശബ്ദം കേൾക്കുവാനും, ആ ശബ്ദം കേട്ട് ഏത് അധപതനാവസ്ഥയിൽ നിന്നും, ഏത് പരാജയത്തിൽ നിന്നും, ഏത് അഡിക്ഷനിൽ നിന്നും ക്രിസ്തുവിങ്കിലേക്കുള്ളതായ വഴി തുറക്കുന്ന, അവങ്കിലേക്ക് നമുക്ക് യാത്ര ചെയ്യുവാനുള്ളതായ വിളിയും നിയോഗവും ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സഞ്ചാരപഥത്തിലൂടെ, ഈ തീർത്ഥാടന കാലത്തിലൂടെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പാപത്തിൻ്റെ അധപതനാവസ്ഥയിൽ നിന്നും, നമ്മുടെ ബലഹീനതയിൽ നിന്നും, മൃഗീയമായ ചിന്തകളിൽ നിന്നും ഒക്കെ ഉള്ളതായ മോചനം തേടിക്കൊണ്ട് യേശുവെ രക്ഷിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥന, ശബ്ദമുഖരിതമായ പ്രാർത്ഥനയോടുകൂടി കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, അവനെ എതിരേൽക്കുവാൻ. ആ എതിരേൽപ്പ് ബാഹ്യമായ ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്നും ഉയർന്നു വരേണ്ടുന്നതായ ചിന്തകളാണ്,
ധ്യാനമാണ് പ്രിയമുള്ളവരെ. അപ്രകാരം ഓശാന പാടി യേശുവിനെ യെരൂശലേമിലേക്ക് സ്വീകരിച്ച പൈതങ്ങളോടും ശിശുക്കളോടും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിർമ്മലമായ മനസ്സോടുകൂടി കർത്താവെ വരണമേ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടി, കർത്താവെ രക്ഷിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടി പരാജയത്തിന് മധ്യത്തിൽ നിൽക്കുമ്പോഴും വിജയത്തിൻ്റെ പാതയിലാണെങ്കിൽ കൂടി തുടർന്നുമുള്ള യാത്രയിൽ നമുക്ക് ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് യാത്ര ചെയ്യുവാൻ, ആ യാത്ര കർത്താവിൻ്റെ ക്രൂശിനെ നോക്കിയുള്ള യാത്രയായി മാത്രം കണ്ടുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും ഏത് പ്രതികൂലതകളെയും അതിജീവിക്കുന്നുള്ള ശക്തി പകർന്ന ഒന്ന് തന്നെയാണ് ക്രൂശിൻ്റെ വഴി എന്നുള്ളതായ ചിന്തയോടുകൂടി നമുക്ക് ഈ ഓശാന പെരുന്നാളിൽ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. പ്രിയമുള്ളവരെ, ഈ പുണ്യപ്പെട്ട പെരുന്നാളിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ഭാഗ്യമുണ്ടായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഇന്ന് ആരാധന നടത്തരുത്, ഞാൻ ഇവിടെ വന്ന് ആരാധിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ആളുകളൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിലുമൊക്കെ ഉണ്ട്. ഇവിടെ ഇത് പരിശുദ്ധ സഭയുടെ ഒരു ദേവാലയമാണ്. മലങ്കര സഭയുടെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ഭരണ സംവിധാനത്തിലുള്ള ദേവാലയമല്ല ഇത്. ഈ പരിശുദ്ധ ദേവാലയത്തിന് നിയമപരമായ സംരക്ഷയുണ്ട്, ഇതിനൊരു പാരമ്പര്യമുണ്ട്, ഇതിനൊരു സ്ഥാപന ഉദ്ദേശമുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ എന്നെ ക്ഷണിച്ചിരിക്കുന്നത് ഈ ഇടവകയുടെ പൊതുയോഗവും കമ്മിറ്റിയും ഇവിടുത്തെ ബഹുമാനപ്പെട്ട വൈദികരുമാണ്. അതുകൊണ്ട് തന്നെ എന്നെ ക്ഷണിക്കുന്ന ഇടങ്ങളിൽ അവിടെ ആ ദേവാലയത്തിൻ്റെ ഉടമസ്ഥർ അവർ ക്ഷണിക്കുമ്പോൾ അവിടെ പോയി ആരാധിക്കുക എന്നുള്ളത് ഈ സഭയുടെ ഒരു പാരമ്പര്യമാണ്. മറുവിഭാഗത്തിൻ്റെ കൈവശമുള്ള ഇടവകളിലൊന്നും നമ്മൾ പോകാറില്ല. മറിച്ച് നമ്മളുടെ കൈവശം വരുന്ന പല ദൈവാലയങ്ങളും നിയമത്തിൻ്റെ വഴിയിലൂടെ ഇന്ന് അവരുടെ കൈകളിലുമാണ്. ഇപ്പോഴും നമ്മുടെ കൈവശമിരിക്കുന്ന ദൈവാലയങ്ങൾ അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നു. എനിക്ക് അവരോടൊന്നും ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇനിയും എത്രയെല്ലാം പറഞ്ഞാലും അവരോടൊന്നും വാശിയും വൈരാഗ്യവും ഒന്നുമില്ല. ആരും സ്വീകരിക്കണമെന്നൊന്നുമില്ല. പക്ഷേ എന്നെ ഈ സ്ഥാനത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത് പരിശുദ്ധ പത്രോസിൻ്റെ ശ്ലൈഹിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുളുന്ന കാനോനിക്കൽ പാത്രീർക്കീസ് ബാവയാണ്. അദ്ദേഹത്തിൻ്റെ വാഴ്ച അംഗീകരിക്കില്ല എന്ന് ദേവലോകം ആസ്ഥാനമായുള്ള സഭാ നേതൃത്വം കോടതിയിൽ ഘോരഘോരം ജസ്റ്റിസ് അരുൺ മിശ്രയുടെ ബെഞ്ചിൽ വാദിക്കുകയുണ്ടായി. അതെല്ലാം സുപ്രീം കോടതി വിധിയായി എഴുതപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ പാത്രീർക്കീസ് ബാവ സഖ അപ്രേം രണ്ടാമൻ ബാവ കാനോനികമായി വാഴിക്കപ്പെട്ട പാത്രീർക്കീസ് ബാവയാണ് എന്നും അദ്ദേഹത്തെ വാഴിക്കുന്നതിന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കായെ ക്ഷണിക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആവശ്യമില്ലെന്നും അദ്ദേഹം ഈ സഭയുടെ പാത്രീർക്കീസ് ആണെന്നും സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ പത്രോസിൻ്റെ ശ്ലൈഹിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുളുന്ന പരിശുദ്ധ ഇഗ്നാത്യൂസ് അപ്രേം രണ്ടാമൻ പാത്രീർക്കീസ് ബാവ 123ാമത് പാത്രീർക്കീസ് ബാവയാണ്. അവിടുത്തെ കാനോനിക നിയമങ്ങളനുസരിച്ചും യാക്കോബായ സഭയുടെ സമിതികളുടെ തീരുമാനമനുസരിച്ചുമാണ് ഈ സ്ഥാനത്തേക്ക് സ്വർഗത്തിലെ ദൈവം ഇവിടുത്തെ ജനത്തിൻ്റെ പ്രാർത്ഥനയും കണ്ണുനീരും നമ്മുടെ പാരമ്പര്യവും അനുസരിച്ച് സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. നിശ്ചയമായിട്ടും സഭയും സമൂഹവും ഈ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളും സെൻട്രൽ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുമൊക്കെ എത്ര മനോഹരമായ സന്ദേശമാണ് ബലഹീനനായ നമ്മുടെ സ്ഥാനാരോഹണത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് അയച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു വലിയ ഡെലിഗേഷൻ അയച്ചു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ LDF ഗവൺമെൻറ് ഒരു ഡെലിഗേഷനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളായ MLA-മാരെ കൂടി ഒരു ഡെലിഗേഷൻ അയക്കുകയുണ്ടായി. ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളുടെയും ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളുടെയും കത്തോലിക്ക സഭകളുടെയും അതുപോലെ തന്നെ പേപ്പൽ നൻഷിയോയുടെയും പ്രതിനിധിയുടെയും
ലോകത്താകമാനമുള്ള സുറിയാനി സഭയുടെ അഭിമന്യരായ പിതാക്കന്മാരുടെ സഭാ ഹെഡ്സിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിലാണ് പരിശുദ്ധ പത്രിയർക്കീസ് ബാവ മലങ്കര സഭയുടെ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കായും അഫ്രിയാനായുമായി ബലഹീനനായ എന്നെ കൽപ്പിച്ച് നിയോഗിച്ച് അഭിഷേകം ചെയ്ത് ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ആരോടും വിരോധമോ ആരോടും വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. സഹോദരങ്ങളോട് സ്നേഹം മാത്രമാണ്. ഈ നൊയമ്പ് കാലങ്ങളിൽ ഈ പള്ളിയിൽ കേസുകൾ ഉണ്ട്. അതുപോലെ തന്നെ കോട്ടയം ഭദ്രാസന മെത്രാപ്പോലീത്ത ദേവാലയങ്ങളിൽ കയറരുത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കേസ് കൊടുത്തിരുന്നു. അത് ജില്ലാ കോടതിയിൽ കേസ് കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. അതുപോലെ തന്നെ അങ്കമാലി ഭദ്രാസനത്തിലെ പല പള്ളികളിലും, കൊച്ചി കണ്ടനാട് അങ്കമാലി ഭദ്രാസനത്തിലെ പള്ളികളിൽ എന്നെ കയറ്റരുത്, ചില തിരുമേനിമാരെയും കയറ്റരുത് എന്ന് പറഞ്ഞുമൊക്കെ കേസുകൾ ഇങ്ങനെ ധാരാളമായി കൊടുക്കുന്നുണ്ട്. ചില ആളുകൾക്ക് കേസ് കൊടുക്കുന്നതിനും കേസ് പറയുന്നതിനും ഒന്നും നൊയമ്പും നമസ്കാരവും പീഠാനുഭവാരവും ഒന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ ഒരു കോടതി കയറിയവനാണ് ക്രിസ്തു. ആ കോടതി കയറിയവനായ ക്രിസ്തുവിൻ്റെ പീഠാനുഭവ ഓർമ്മയാണ് നമ്മൾ ഈ വരും ദിവസങ്ങളിൽ അത് ഓർമ്മിക്കാൻ പോകുന്നു. പീലാത്തോസിന് മുമ്പിൽ നിൽക്കുന്നവനായ ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിയണം. ഇന്നും കോടതി കയറ്റുവാനും കോടതി കയറുവാനും നൊയമ്പും ആത്മീയതയും പീഠാനുഭവവും ഒന്നും ആർക്കും പ്രശ്നമല്ല. ചില ആളുകൾക്കൊക്കെ നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുമാത്രം. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വ്യവഹാരങ്ങൾ, തർക്കങ്ങൾ, വ്യവഹാരത്തിൻ്റെ വഴികൾ അതെല്ലാം ഒഴിവാക്കേണ്ടുന്നത് ക്രിസ്തുവിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ സഭകൾ സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന വഴികൾ തേടുവാൻ എന്തുകൊണ്ടൊക്കെ പരാജയപ്പെടുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ മുറിവുകൾ ഉണങ്ങുവാൻ അതിൻ്റെ ആഴം എത്ര വലുതാണെങ്കിലും ഈ പീഠാനുഭവവാരം കർത്താവിൻ്റെ ക്രൂശിൻ്റെ വഴിയെ ധ്യാനിക്കുന്ന ഈ ചിന്താവാരം എല്ലാവർക്കും കൂടുതൽ ഫലപ്രദമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, ദൈവത്തിന് കൃപാകടാക്ഷമുണ്ടാകുമ്പോൾ അവിടെയെല്ലാം പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ഉണ്ടാകും. ദൈവം എന്താണ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, നമുക്കാർക്കും അറിയില്ല. നാളത്തെ പ്രഭാതം നമുക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമുക്കാർക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും ചരിത്രവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സഹോദരങ്ങളായി സഹവസിക്കുവാൻ, വ്യവഹാരമാർഗം ഉപേക്ഷിക്കുവാൻ ഈ പീഠാനുഭവവാരം എല്ലാവർക്കും അതിലേക്കായി തങ്ങളുടെ ചിന്തകളെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് എനിക്ക് വിനയത്തോടുകൂടി എൻ്റെ സഹോദരങ്ങളോട് സ്നേഹത്തോടെ, സ്നേഹവായ്പോടെ പറയുവാനുള്ളത്. അധിക്ഷേപിക്കപ്പെടുമ്പോൾ, ചെറുതാക്കപ്പെടുമ്പോൾ, അപകീർത്തിപ്പെടുമ്പോൾ, പരാജയപ്പെടുമ്പോൾ അവിടെ ക്രിസ്തു പറഞ്ഞ വാക്കുണ്ട്, എന്നെക്കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്. നമ്മെ എല്ലാവരെയും കൊണ്ട് ക്രിസ്തുവിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ലോകം കൽപ്പിക്കുന്നതായ കൽപ്പനകൾ, ലോകം നൽകുന്നതായ സുഖം, ലോകം നൽകുന്നതായ ആരവങ്ങൾ, ലോകം നൽകുന്നതായ വിജയം, ഇതൊന്നും ശാശ്വതമല്ലല്ലോ. അതാണല്ലോ ക്രിസ്തുവിലൂടെ നമ്മൾ കാണുന്നത്. ആത്യന്തികമായി ആത്മാവിൽ നിറഞ്ഞു കവിയുന്ന അനുഭവമുള്ളവരായി നമ്മൾ മാറ്റപ്പെടണം. ആ അനുഭവത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമുക്ക്, ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ, ചിന്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാഞ്ഞാൽ നമ്മുടെ ചിന്തകളെല്ലാം തികച്ചും ബാഹ്യമായിട്ടുള്ളതും ലോകത്തിൻ്റേത് മാത്രമായ ചിന്തകളായിരിക്കും. ആ ചിന്തകൾക്കപ്പുറമുള്ളതായ ദൈവിക പദ്ധതിയുടെ ഭാഗമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നേതൃത്വം കൊടുക്കുവാനും സാധിക്കുമ്പോഴാണ് സമാധാനം സംജാതമാകുന്നത്. അങ്ങനെയുള്ള സമാധാനം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പക്ഷേങ്കിൽ ഞങ്ങൾ തിരുമേനിമാരെ ദേവാലയത്തിൽ കയറുന്നതിനെ തടസ്സപ്പെടുത്തുവാൻ പറ്റുമായിരിക്കും.
പക്ഷേ ഈ പാവപ്പെട്ട ജനം, വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ ത്രസിച്ചു നിൽക്കുന്ന ജനം, അവരുടെ ഹൃദയത്തിൽ നിന്നും എന്നെപ്പോലെ എൻ്റെ സഹോദര മെത്രാപ്പോലീത്തന്മാരെ അടർത്തി മാറ്റുവാൻ ആർക്കും സാധിക്കുമെന്ന് കരുതരുത്. അത് തെറ്റാണ്. മനുഷ്യനിർമ്മിതമായ ദേവാലയങ്ങളല്ലല്ലോ പരിശുദ്ധ സഭ എന്ന് പറയുന്നത്. ഇവിടെ നടിച്ചടക്കപ്പെട്ടപ്പോഴും പുതിയ ദേവാലയങ്ങൾ നിർമ്മിച്ചില്ലേ? അവിടെ അവർ ആരാധിക്കുന്നില്ലേ? അത് ദൈവമക്കൾ മനസ്സിലാക്കണം. നിർമ്മിത ദേവാലയങ്ങളല്ല. ഞാനും നിങ്ങളുമൊക്കെ ദേവാലയങ്ങളാണ്. അവിടെ അധിവസിക്കുവാൻ, അവിടെ പാർക്കുവാനാണ് എനിക്കും ഇഷ്ടം, നിങ്ങളുടെ ഹൃദയങ്ങളിൽ. അത് തന്നെയാണ് ക്രിസ്തുവും ആഗ്രഹിക്കുന്നത്. എവിടെ പ്രവേശനം നിരസിച്ചാലും, എവിടെയെല്ലാം പ്രവേശന നിഷേധം ആഗ്രഹിക്കുന്നത് കോടതി അത് അംഗീകരിച്ചു കൊടുത്താലും, പ്രവേശനം നിഷേധിച്ചാലും അവിടെ ജനഹൃദയങ്ങളിൽ ഇടമുണ്ട് എന്നുള്ളതായ ബോധ്യം, അത് തന്നെയാണ് ഏറ്റവും വലിയ അംഗീകാരമെന്ന് പറയുന്നത്. ആ അംഗീകാരത്തിന് വേണ്ടി, ആ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി അതത്ര എളുപ്പമുള്ള കാര്യവുമല്ല എന്നുള്ളതും ഓർത്തുകൊള്ളണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഈ സ്ഥാനമേറ്റതിന് ശേഷം ആദ്യത്തെ പീഠാനുഭവവാരം നിങ്ങളോടൊപ്പം പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ഇവിടെ ദിവ്യബലി അർപ്പിക്കുവാൻ സാധിച്ചു. അവസാന പെരുന്നാളിൻ്റെ തിരുക്കർമ്മം നിർവഹിക്കുവാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ജീവിതത്തിൽ പരിശുദ്ധ തമ്പുരാനെ പറ്റ അമ്മയും അതുപോലെ തന്നെ പരിശുദ്ധ പിതാക്കന്മാർ, പ്രത്യേകിച്ച് പരിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ് തിരുമേനിയും എൻ്റെ ജീവിത വഴികളെ ഒത്തിരി സ്വാധീനിച്ച രണ്ട് ഐക്കൺസാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ നിറസാന്നിധ്യമുള്ള ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ സഭയെ കരുതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, തുടർന്നുമുള്ള ഗമനം, തുടർന്നുമുള്ള ഈ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുവാനുള്ള ഈ നിയോഗം, അതിൻ്റെ പൂർണ്ണതയിൽ ദൈവമക്കളുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും സഭയുടെ പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും ചരിത്രവും അതിനനുഷ്ഠാനങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ ജനത്തിൻ്റെ മുമ്പേ നടന്ന് ഈ ജനത്തെ ശുശ്രൂഷിക്കുവാനുള്ളതായ ഭാഗ്യം കൈവന്നിരിക്കുമ്പോൾ, അത് ദൈവഹിതത്തിനനുസരിച്ച് നിർവഹിക്കുവാനുള്ള ഭാഗ്യം, അതിനുള്ള ആരോഗ്യം, ആയുസ് തരണമേ എന്നുള്ളതായ പ്രാർത്ഥനയാണ്. എനിക്ക് നിങ്ങളെല്ലാവരോടും അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ സഭയെ കരുതി ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി പരിശുദ്ധ ദേവാലയത്തിലെ ബഹുമാനപ്പെട്ട വൈദികരോടും നമ്മുടെ പള്ളിയിലെ പ്രിയപ്പെട്ട കമ്മിറ്റിക്കാരോടും കൈക്കാരന്മാരോടും ഇവിടുത്തെ എല്ലാ ഭക്തസംഘടനാ ഭാരവാഹികളോടും ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ട പൊതുയോഗ അംഗങ്ങളോടും നമ്മുടെ ദേവാലയത്തിൽ ആബാലവൃദ്ധം ജനങ്ങളോടും തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ ഇന്ന് ഈ ദിവ്യ ബലിയിൽ സംബന്ധിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന നാനാഭാഗത്തു നിന്നുള്ള പ്രിയപ്പെട്ട ദൈവമക്കളോടും എൻ്റെ സ്നേഹം, എൻ്റെ കരുതൽ, പ്രാർത്ഥന ഈ സമയത്ത് പ്രത്യേകമായിട്ട് നിങ്ങളെ അറിയിക്കുന്നു. എത്രമാത്രം ഈ സഭയെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ എനിക്ക് ബോധ്യപ്പെടും. എൻ്റെ മഹത്വമല്ല, ഞാൻ എന്ന വ്യക്തിയല്ല, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എൻ്റെ സഭ, അത് മാത്രമാണ് എൻ്റെ മനസ്സിലും എൻ്റെ ഹൃദയത്തിലും നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സഭയ്ക്ക് വേണ്ടി, ഈ സഭയുടെ മഹത്വത്തിന് വേണ്ടി, പൗരാണികമായ സഭയുടെ നിലനിൽപ്പിന് വേണ്ടി, അതിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി എത്രമാത്രം യാത്ര ചെയ്യണമെങ്കിലും, ഏതെല്ലാം വഴികളിൽ പോകണമെങ്കിലും, ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണമെങ്കിലും ഇതിൻ്റെ തനത് അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് ഈ സഭയെ ശാശ്വതമായ ശാന്തിയുടെ തീരത്തെത്തിക്കുവാൻ ദൈവം ആയുസ് തരുന്ന അവസാന ദിവസം വരെയും അവസാന നാൾ വരെയും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനെനിക്ക് ബലം നൽകുന്നത് സമാധാനമായ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ വിലയേറിയ പ്രാർത്ഥനയിൽ ബലഹീനനായ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം അനുവദിച്ചാൽ ഈ വരുന്ന ദുഃഖവെള്ളിയാഴ്ച നിങ്ങളോടൊപ്പം കർത്താവിൻ്റെ പീഠാനുഭവവാരത്തിലെ കുരിശിൻ്റെ വഴികളിലൂടെ നടക്കുവാൻ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നമുക്കൊരുമിച്ച് ആ വഴികളിലൂടെ സഞ്ചരിക്കാം. ജീവിതം അങ്ങനെയാണ്. ജീവിത വഴികളിൽ കാൽവറിയും കഷ്ടപ്പാടും വേദനയും ഒറ്റപ്പെടലും ഒക്കെ നമുക്ക് അനുഭവപ്പെടേണ്ടതായിട്ട് വരും. അവിടെയെല്ലാം ക്രൂശിനെ നോക്കി നമുക്ക് നമ്മുടെ യാത്ര തുടരാം. അവിടെ നമുക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും വലിയ പ്രതീക്ഷയും നമുക്ക് കൈവരിക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും
നിങ്ങളെല്ലാവരോടും കൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആയത് തമ്പുരാനെ പറ്റ അമ്മയുടെയും നമ്മുടെ എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും വിലയേറിയ മധ്യസ്ഥ പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ.